കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്ന പദ്ധതി നടപ്പിലാകുമ്പോൾ തൃശൂർ ജില്ലയിൽ ഓർഡിനറി ബസ്സുകളുടെ എണ്ണത്തിൽ കുറവ്. നിരത്തിൽ ഓടുന്ന ബസ്സുകളിലാണെങ്കിൽ വേണ്ടത്ര ജീവനക്കാരുമില്ല. 200ഓളം ഓർഡിനറി സർവീസുകൾ ഉണ്ടായിരുന്ന ജില്ലയിൽ ഇപ്പോൾ 150ഓളം ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. UDF അധികാരത്തിൽ വരുന്നതിന് മുന്നേ പ്രഖ്യാപിച്ച പദ്ധതിയാണ് സ്ത്രീകൾക്കുള്ള സൗജന്യയാത്ര. യാതൊരുവിധ പഠനവും നടത്താതെയുള്ള പ്രഖ്യാപനം കാര്യത്തോട് അടുത്തപ്പോൾ കോടികളുടെ നഷ്ടം സൃഷ്ടിക്കുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ UDF സർക്കാർ കളം മാറ്റി ചവിട്ടി. KSRTCയിലെ എല്ലാ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യയാത്ര എന്നത് ഓർഡിനറി ബസ്സുകളിലേക്ക് മാത്രമാക്കി ചുരുക്കി. തൃശൂർ ജില്ലയിലെ വിവിധ ഡിപ്പോകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ 200ഓളം ഓർഡിനറി സർവീസുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ 150ഓളം ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. ഓർഡിനറി ബസ്സുകളുടെ കുറവ് മൂലം സൗജന്യയാത്ര എല്ലാ വനിതകൾക്കും പ്രയോജനപ്പെടില്ല എന്ന് സ്ത്രീ യാത്രക്കാരും പറയുന്നു. ബസ്സിന്റെ എണ്ണം ഓൾറെഡി കുറവാണല്ലോ, അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം എല്ലാ സ്ത്രീകൾക്കും അനുയോജ്യമായിട്ടുള്ളൊരു യാത്ര എന്തായാലും ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം ഓർഡിനറി ബസ്സിലാണല്ലോ ഇപ്പോൾ ഈ സർവീസ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഒരു ഭാഗമാവാൻ സാധാരണ സ്ത്രീകൾക്ക് സാധിക്കില്ല. കേട്ടും ഇങ്ങനെ ഒരു ആനുകൂല്യം കൊടുക്കുമ്പോൾ അത്രയും ബസ്സുകളുടെ എണ്ണം കൂടി വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഈ ഒരു ആനുകൂല്യം മറ്റുള്ള അല്ലെങ്കിൽ സാധാരണ സ്ത്രീകൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിലവിലുള്ള ബസ്സുകൾ ഓടിക്കാൻ മതിയായ ജീവനക്കാരും ജില്ലയിലില്ല. അധിക ദൂരയാത്ര ബസ്സുകളിലെ ജീവനക്കാരെ ഓർഡിനറിയിലേക്ക് മാറ്റിയാൽ അത് പ്രതിസന്ധി രൂക്ഷമാക്കും. നല്ലൊരു കാര്യമാണ് സൗജന്യമായിട്ടുള്ളത്. സ്ത്രീകൾക്ക് ഇപ്പോഴേക്കും അങ്ങനെ യാത്ര ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനെയുള്ളത് ഇട റോഡുകളിലൊന്നും അങ്ങനെ ബസ്സുകളില്ല, ഓർഡിനറി ബസ്സുകളില്ല. അപ്പോൾ അവിടുന്ന് വരുന്ന യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പ്രൈവറ്റ് ബസ്സുകളാണ് ആ റോഡുകളൊക്കെ വിടുന്നത്. ഇങ്ങനെയുള്ളവർക്ക് അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ ഇപ്പം കൊടുത്ത ഈ ഇത് യാത്ര പാവങ്ങളെ പോലുള്ളവർക്ക് കിട്ടത്തില്ല. അവരൊക്കെ ഇട റോഡുകളിൽ താമസിക്കുന്നവരാണ്, അവർക്കൊന്നും കിട്ടത്തില്ല. ഇരിഞ്ഞാലക്കുട ഡിപ്പോയിൽ 8 ഓർഡിനറി ബസ്സുകൾ ഉണ്ടെങ്കിലും 4 ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. ബസ്സുകളിൽ ചിലത് കട്ടപ്പുറത്തായി കിടക്കുന്നുമുണ്ട്. കൈരളി ന്യൂസ്, തൃശൂർ.